1963 ഒരു പതാക നിലവിൽ വരുന്നത്. ആ പതാക ഇന്ന് AP വിഭാഗത്തിന്റെ അടുത്താണുള്ളത്. അതേപോലെ 1984 സമസ്തക്കൊരു കീഴ്ഘടകം ഉണ്ടാകുന്നത്. അത് SYS, സമസ്ത കേരള സുന്നി യുവജന സംഘം. അത് AP വിഭാഗത്തിന്റെ കൂടിയാന്നുള്ളത്. അതേപോലെ വിദ്യാർത്ഥി സംഘടനയായ സമസ്തക്കൊരു വിദ്യാർത്ഥി സംഘടന വേണമെന്നുള്ള നിലക്ക് രൂപീകരിച്ചതാണ് SSF എന്ന് പറയുന്ന സംഘടന. 1973 പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ വെച്ചിട്ടാണ് അത് രൂപീകരിച്ചത്. അതിന്റെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയുന്നത് പാണക്കാട് ഹൈദരലി തങ്ങളായിരുന്നു. ആ സംഘടനയും ഇന്ന് AP വിഭാഗത്തിന്റെ കൂടിയാണ് ഉള്ളത്. അതേപോലെ സമസ്തയുടെ പത്രമായിരുന്നു സിറാജ്. ആ പത്രം ഇന്ന് AP വിഭാഗത്തിന്റെ കൂടിയാണുള്ളത്. അതേപോലെ സമസ്തയുടെ ഒരു മുഖപത്രമായിരുന്നു സുന്നി വോയിസ്. ആ പത്രവും ഇന്ന് AP വിഭാഗത്തിന്റെ കൂടിയാണുള്ളത്. അതുകൊണ്ട് സമസ്തയുടെ പൈതൃകങ്ങളെല്ലാം AP വിഭാഗത്തിന്റെ കൂടിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജിഫ്രി തങ്ങൾ AP വിഭാഗത്തെ കുറിച്ച് ആയിരിക്കൂല പറഞ്ഞത്. അവര് സമസ്തയെ പുനഃസംഘടിപ്പിക്കുക ചെയ്തത്, അല്ലാതെ സമസ്തയിൽ നിന്ന് പുറത്തു പോകുകയല്ല ചെയ്തത് എന്ന കാര്യം ഓർമ്മിക്കണം. ജിഫ്രി തങ്ങൾ ഉദ്ദേശിച്ചത് വഹാബുദ്ദീൻ നദവിയെ പോലെയുള്ള, കുട്ടി ഹസൻ ദാരിമിനെ പോലെയുള്ള, സമദ് പൂക്കോട്ടൂരെ പോലെയുള്ള, നാസർ ഫൈസി കൂടത്തായിയെ പോലെയുള്ള, കല്ലായി അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ളവരെ കുറിച്ചിട്ടായിരിക്കും സമസ്തയുടെ ആശയത്തിലേക്ക് തിരിച്ചു വരണം, നിങ്ങൾ സമസ്തയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിലായിരിക്കും ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുക. ഏതായാലും ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾക്ക് ഈ മുൻകാലങ്ങളിലുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം 80-89 കാലഘട്ടത്തിൽ നടന്നത് എന്താണ്, എങ്ങനെയാണ് ഇവർ പുനഃസംഘടിപ്പിച്ചത്, അതിനെക്കുറിച്ച് അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആ കാലഘട്ടത്തിലൊന്നും ജിഫ്രി തങ്ങൾ നമ്മുടെ കേരളത്തിലില്ല. അദ്ദേഹം ഗൾഫ് രാജ്യത്ത് ബക്കാല നടത്തലും ഉണ്ടി ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്നാന്ന് എനിക്കറിയില്ല. ഏതായാലും ഇരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ യഥാർത്ഥ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം വരാനിരിക്കുന്നുണ്ട്. മറ്റൊരു സമസ്തയുടെ സമ്മേളനം ഇന്നലെ കഴിഞ്ഞ് എല്ലാ സമ്മേളനങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു.